ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വേവ് മേക്കറിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കുട്ടിക്കാനത്തുള്ള ബോൺസ് നെസ്റ്റ് എന്ന് പറയുന്ന റിസോർട്ടിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നലെ അവിടെ സ്റ്റേ ആയിരുന്നു. നമ്മൾ ചെറിയൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് കുട്ടിക്കാനത്താണ് നമ്മൾ സ്റ്റേ ആണ് എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോൺസ് നെസ്റ്റ് ഇരിക്കുന്ന സംഭവം, അതായത് ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ, കാലാവസ്ഥ സംഭവങ്ങൾ, കാര്യങ്ങളെല്ലാം, അതുപോലെ നമ്മുടെ റിയോചേട്ടൻ്റെ ആ ഇടപെടൽ, ഇവിടെ വന്നത്തെ നമ്മുടെ ആ സ്വീകരണ സംഭവങ്ങൾ, കാര്യങ്ങൾ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല അടിപൊളി ഒരു റിസോർട്ടോ കാര്യങ്ങളോ സംഭവങ്ങളൊക്കെയാണ്. നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾ നല്ല എൻജോയ് ചെയ്ത് തിരിച്ചു പോകാൻ പറ്റും. അപ്പം ആ റിസോർട്ടും അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മുടെ ഈ ചെറിയൊരു വീഡിയോ ഇന്നത്തെ കേട്ടോ. റിസോർട്ടിൻ്റെ മുന്നിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വ്യൂ കേട്ടോ, നല്ല അടിപൊളി വ്യൂ, ഒരു രക്ഷയില്ല. ഇതിനേക്കാളും മനോഹരമായ വ്യൂ ആണ് സൈഡിൽ വേറെ ഉണ്ട്, അത് ഞാൻ കാണിക്കാം. ഈ കാണുന്നതാണ് ഞാൻ ഈ പറഞ്ഞ ബോൺസ് നെസ്റ്റ് കുട്ടിക്കാനം റിസോർട്ട്. ഏകദേശം ഞങ്ങൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയം എന്ന് പറഞ്ഞാൽ 9:45 ആയപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. പക്ഷേ അപ്പോഴും നല്ല കാറ്റാകട്ടോ, നല്ല കാറ്റുമുണ്ട്, അത്യാവശ്യം നല്ല മഞ്ഞും ഉണ്ട് അവിടെ. അപ്പോൾ വീഡിയോയ്ക്കകത്ത് മഞ്ഞത്ത് അറിയാൻ പറ്റുന്നില്ല, എന്നാൽ പോലും നല്ല മഞ്ഞും നല്ല കാറ്റുമുണ്ട്. ആ ചെടിയെല്ലാം കിടന്ന് ഇങ്ങനെ ഇളകുന്ന കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും നല്ല കാറ്റാണ് അവിടെ. അപ്പോൾ എന്തായാലും നമ്മളിന്ന് രാത്രി ഇവിടെ സ്റ്റേ ചെയ്യാൻ വന്നപ്പോൾ എടുത്ത കുറച്ച് റൂമിൻ്റെ അകത്തെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ആ റൂമിൻ്റെ അകത്തെ കുറച്ച് വിശേഷങ്ങളും സംഭവങ്ങളും കണ്ടിട്ട് ബാക്കി നമുക്ക് പുറത്തെ കാഴ്ചകളിലേക്ക് മടങ്ങി വരാം. അപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ നമുക്ക് ഇന്ന് താമസിക്കാൻ കിട്ടിയ റിസോർട്ട് കാണാം കേട്ടോ. നമ്മൾ കയറുവാണ്. അപ്പം ഇതാണ് സംഭവം. ഒരു രക്ഷയില്ല കേട്ടോ, നല്ല വൃത്തിയായിട്ട് നല്ല അടിപൊളിയായിട്ട് അവർ നോക്കുന്നുണ്ട് സംഭവം. അപ്പോൾ കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ഏറ്റവും വലിയ വൃത്തിയാണല്ലോ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ. ഇതാണ് നമ്മൾ താമസിക്കുന്നത് ഇവിടെ കേട്ടോ, സ്റ്റേ അടിക്കുന്നത്. ഞങ്ങൾ 3 പേരാട്ടോ ഇവിടെ. ഞാൻ, സിർള, മിഥുന, ടിവിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ, സിർള, മിഥുന ആണ് ഇവിടെ വന്നിരിക്കുന്നത്. സിർളെ, സംഭവം എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? അടിപൊളി, ഒരു രക്ഷയില്ല. ഇഷ്ടപ്പെട്ടോ? പിന്നെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പറ്റുവാണെങ്കിൽ ഒരു ദിവസം വരിക. നല്ല തണുപ്പും മഞ്ഞും കാറ്റും, ഒരു രക്ഷയില്ല. കാട്ടുപോത്തൊക്കെ വരുന്നുണ്ടെന്നാ പറഞ്ഞാൽ പറയാം. കാട്ടുപോത്ത് മുള്ളമ്പന്നിയൊക്കെ വരുന്നുണ്ടോ? രാവിലെ വേണം കാണുവാണെങ്കിൽ അതിനെയൊക്കെ കാണാൻ ഭാഗ്യം കിട്ടും. അതെ, രാവിലെ ഉണ്ടെങ്കിൽ കിട്ടും. വീഡിയോയിലൊന്ന് വിടുന്നതായിരിക്കും. പറ്റുവാണെങ്കിൽ മഞ്ഞും ഒരു രക്ഷയില്ല, മഞ്ഞും തണുപ്പും. കാറ്റ് രക്ഷയില്ല, പറപ്പിച്ചുള്ള കാറ്റ്, അടിപൊളി കാറ്റ് അല്ലേ? പറന്നു നല്ല കാറ്റ്, അടിപൊളി കാറ്റാണോ, ഒന്നും പറയാനില്ല. ഒത്തിരി ഉള്ളിലോട്ട് കയറിയായിട്ട് നല്ല സൗകര്യം, അധികം ആൾക്കാരൊന്നും ഇല്ല. സുഖമായിട്ട് എന്താ നല്ല പ്രൈവസി ഉണ്ട്, അതാണ് മെയിൻ സംഭവം. നല്ല പ്രൈവസി കാര്യങ്ങളൊക്കെ ഉണ്ട്. റിസോർട്ട് എങ്ങനെ ഇഷ്ടപ്പെട്ടോ? ഫോട്ടോസിനൊക്കെയാണ് നല്ല ആംബിയൻസ്. വീഡിയോക്കകത്ത് പറയുമായിരിക്കും നല്ല ഇഷ്ടം പോലെ സംഭവം. ഒരുപാട് നല്ല സെറ്റപ്പാട്ടോ, കൊള്ളാം, സൂപ്പർ. ഇതിന്റെ മേലോട്ടൂടെ ഒരു സംഭവം ഉണ്ടോ, ഇവിടെ നമുക്ക് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് വന്നാലും സ്റ്റേ ചെയ്യാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഇവരുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഫ്രണ്ട്സ് വന്നു കഴിഞ്ഞാൽ കൊടുക്കാനുള്ള ഒരു റൂമാണ്. ഫ്രണ്ട്സ് അല്ലെ ഫാമിലി ഒരുപാട് മെമ്പേഴ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അവർ കൊടുക്കാനുള്ള ഒരു സെറ്റപ്പ് ഈ ഒരു കോട്ടേജ് ഫുള്ളായിട്ട് അവർ തരും. അതായത് നമുക്ക് മേളിലും താഴെയും ആയിട്ട് കുറച്ച് ആൾക്കാർക്ക് താമസിക്കാനുള്ള സൗകര്യം ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ. ഇത് നമ്മുടെ കൂടെയുള്ള മിഥുനാണ്. മിഥുനെ, ഇങ്ങനെയുണ്ടോ സംഭവം? ഇങ്ങനെയുണ്ടോ? ഇഷ്ടപ്പെട്ടോ? അടിപൊളിയല്ലേ? തണുപ്പൊക്കെ എങ്ങനെയുണ്ട്? ഞങ്ങളിപ്പോൾ സെറ്ററൊന്നും ഇടാതിരിക്കുന്നത്, ഇപ്പം ഞങ്ങൾക്ക് ഒന്ന് കയറുള്ളൂ കേട്ടോ, അതുകൊണ്ടാണ്. അപ്പം ജസ്റ്റ് അപ്പോൾ തന്നെ ഞങ്ങൾ സെറ്ററൊക്കെ ഇട്ട് റെഡി ആകുന്നതായിരിക്കും. ഇതാണ്ടേ ഇവിടെ ചെറിയൊരു സംഭവം ഇതുണ്ടോ, ബാത്റൂമും കാര്യങ്ങളൊക്കെ ഇതാട്ടോ. എല്ലാം നല്ല ക്ലീനായിട്ട് അടിപൊളി സെറ്റപ്പാണോ എല്ലാം. ഫ്രീ വൈഫൈ, TV, എല്ലാ സൗകര്യങ്ങളും ഇവിടെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി മേളിലത്തെ കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് കാണാം കേട്ടോ. മേളിലോട്ട് ഞങ്ങൾ പതുക്കെ കയറി പോവാണ്. അപ്പം എനിക്ക് തോന്നുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ അവർ കപ്പിൾസിന് ഈ റൂം കൊടുക്കുന്നില്ല, അതിന് വേറെ സെപ്പറേറ്റ് അപ്പുറത്ത് വേറെ കോട്ടേജസ് ഉണ്ട്. ഇവർ ശരിക്കും പറഞ്ഞാൽ ഇത് ഫ്രണ്ട്സ്, ഇപ്പം കുറച്ചൊരു ഏതാണ് ലേഡീസ് തന്നെ വരുന്നു, അല്ലെ ബോയ്സ് തന്നെ വരുന്നു, ഒരു 8-10 പേര് വരുന്നു, അല്ലെങ്കിൽ ഫാമിലി ഫ്രണ്ട്സ് വരുന്നു. അപ്പോൾ അങ്ങനെ ഉള്ള സാഹചര്യത്തിൽ അവർക്ക് കൊടുക്കാൻ വേണ്ടി ഒന്നിച്ച് എൻജോയ് ചെയ്ത് അവർക്ക് താമസിക്കാൻ പറ്റിയ ഒരു സെറ്റപ്പായിട്ടാണ് കേട്ടോ ഈ കോട്ടേജ് അവർ കൊടുക്കുന്നത്. സംഭവം അടിപൊളിയാണ് കേട്ടോ, പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇപ്പം നിലവിൽ അത്യാവശ്യം റൂം, അതായത് നമ്മുടെ ബെഡും കാര്യങ്ങളും കുറവാണെങ്കിലും അവർ ആ സമയത്ത് ബെഡ് നിങ്ങൾക്ക് ആവശ്യം കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ അവർ ബെഡൊക്കെ അറേഞ്ച് ചെയ്ത് തരും, എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരും. സംഭവം മൊത്തത്തിൽ അടിപൊളി കേട്ടോ, നല്ല രസമാണ് സംഭവം കാണാൻ വേണ്ടി. നമ്മളിവിടെ എത്തിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ അപ്പുറത്തെ അവരുടെ റൂംസ് എല്ലാം ഫുള്ളായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് വേണ്ടി അവർ ഈ വലിയൊരു കോട്ടേജ് വിട്ടു തന്നത്. അപ്പം ആ റൂമിനെ വെച്ച് നോക്കുമ്പം ശരിക്കും പറഞ്ഞാൽ റെൻറ്റ് അല്പം വ്യത്യാസമുണ്ട്. പക്ഷേ എന്നാലും നല്ല സൗകര്യങ്ങളും കാര്യങ്ങളും, ബാൽക്കണി ഇതുകൊണ്ട്, ഇത് ഫ്രണ്ടിലോട്ട് ഉള്ളൊരു ബാൽക്കണിയാണ്. ഇതുപോലെ തന്നെ ബാക്ക് സൈഡിൽ വേറൊരു ബാൽക്കണി ഉണ്ട്, അത് ഞാൻ വീഡിയോക്കകത്ത് കാണിക്കാം. എല്ലാ സൗകര്യം ഉണ്ട് കേട്ടോ, സംഭവം എല്ലാം അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. നമ്മളിപ്പോൾ കണ്ട മേളത്തെ റൂമിൻ്റെ ബാത്റൂമാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ തന്നെ കാണുമോ, നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും, നല്ല വൃത്തിയായിട്ട് സംഭവം അടിപൊളി കേട്ടോ. ഇനി വേറൊരു സംഭവം ഉണ്ടോ, ഇവിടെ നമ്മളങ്ങ് പോയി കഴിയുമ്പം ഈ ഡോറ് കണ്ടോ,
ഇവിടെ വേറൊരു ബാൽക്കണി കൂടി ഉണ്ട്. നല്ല അടിപൊളി സെറ്റപ്പ് കേട്ടോ. ഈ ഡോറൊക്കെ തുറന്ന്, ഈ ഗ്ലാസിൻ്റെ ഡോറൊക്കെ തുറന്നാൽ നല്ല കാറ്റും അടിപൊളി കേട്ടോ, ഒരു രക്ഷയില്ല. ഇവിടെ നമ്മൾ ഫുഡ് കഴിക്കാനുള്ള സെറ്റപ്പ് സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇവിടെ താഴെ ഇവരുടെ കിച്ചണ കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ അവിടെ പോയി അതിൽ ഫുഡൊക്കെ വേണമെങ്കിൽ നമുക്ക് തന്നെ കുക്ക് ചെയ്ത് കഴിക്കാം, പുറത്തുനിന്ന് ഓർഡർ ചെയ്ത് കഴിക്കാം. എല്ലാ സൗകര്യങ്ങളും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അവിടെ. നല്ല ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതുകൊണ്ട് നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്തേക്കാം. ഇതൊരു പ്രൊമോഷൻ വീഡിയോ ആയിട്ട് ഞങ്ങൾ ചെയ്യുന്നതല്ല, നമ്മളൊരു വീഡിയോ ചെയ്തേക്കാം എന്ന് ഓർത്തുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇവിടെ താമസം കാര്യങ്ങളും ഒരുപാട് ഇഷ്ടപ്പെട്ടു. വന്നപ്പോൾ തന്നെ നമുക്ക് ഇവിടുത്തെ ആളുടെ റിജോ ചേട്ടനാണ് കേട്ടോ ഇവിടെ കൈകാര്യം ചെയ്യുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ ഇടപെടലും കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തേക്കാം എന്ന് ഓർത്തുകൊണ്ട് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ. നല്ല അടിപൊളി, സൂപ്പർ. രാവിലെ എണീറ്റപ്പം നല്ല മഴ, എന്നാൽ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടേക്കാന്ന് ഓർത്തുകൊണ്ട് ബാൽക്കണി ചെന്നപ്പോഴത്തേക്കും നല്ല തണുപ്പും അതിനോട് ചേർന്ന് നല്ല കാറ്റും. ഇപ്പം മഴയും കാറ്റും കൂടെ ആയപ്പോൾ ഒരു രക്ഷയില്ല, നല്ല തണുപ്പാണ് കേട്ടോ. ഇതേ കാണുന്ന മരങ്ങളൊക്കെ കാറ്റത്ത് കിടന്ന് ആടുമ്പോഴത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിയിടിച്ചുണ്ടാകുന്ന ഒച്ചകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വീഡിയോയ്ക്കകത്ത് കേൾക്കാൻ പറ്റും. അപ്പം നല്ലൊരു അനുഭവമായിരുന്നു കേട്ടോ ആ ബാൽക്കണി എന്നുള്ള കാഴ്ചയും കാര്യങ്ങളും. ഇതിനേക്കാളും നല്ല മനോഹരമായ കാഴ്ച അപ്പുറത്തുണ്ടെന്നാണ് റിജോ ചേട്ടൻ പറഞ്ഞത്. നമുക്ക് കുറച്ച് കഴിയുമ്പം അങ്ങോട്ടൊന്ന് പോയി നോക്കാം. അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ നിങ്ങളെ ഞാൻ കാണിക്കാം. അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോൾ മഴയൊക്കെ ഒന്ന് ഒതുങ്ങി. ഏകദേശം ഒരു 9:30 ആയി കാണും കേട്ടോ. ആ സമയത്ത് ഞങ്ങൾ മുറ്റത്തേക്ക് ഒന്ന് ഇറങ്ങി അല്പം വീഡിയോസൊക്കെ എടുത്തേക്കാം എന്നോർത്തോട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അപ്പം പുറത്തോട്ടിറങ്ങിയപ്പം കണ്ട കാഴ്ച കേട്ടോ. ഒരു 9:30 ആയെങ്കിലും ആ സമയമായെന്ന് നമുക്ക് തോന്നുന്നില്ല. കാരണം അപ്പുറത്തൊക്കെ നല്ല മഞ്ഞുണ്ട്, നല്ല തണുപ്പ്, നല്ല കാറ്റ്. ആ ചെടികളൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നല്ല കാറ്റ് സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം തികച്ചും മനോഹരമായ നല്ലൊരു അന്തരീക്ഷം, ഒരു ഗാർഡൻ ഏരിയ അവർക്കുണ്ട്. അതിലെ കുട്ടികളൊക്കെ ആയിട്ട് വന്നാലും അവർക്ക് ഓടിച്ചാടി നടന്ന് എൻജോയ് ചെയ്യാനുള്ള സ്ഥലങ്ങൾ കാര്യങ്ങൾ എല്ലാം ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല അടിപൊളി അറ്റ്മോസ്ഫിയർ കേട്ടോ, പറയാതിരിക്കാൻ പറ്റത്തില്ല, അടിപൊളി. ഈ തിരമാല അടിക്കുന്ന പോലത്തെ ശബ്ദം കേൾക്കുന്നുണ്ടോ? അതവിടെ തിരമാല അടിക്കുന്നതല്ല കേട്ടോ, കാറ്റടിക്കുന്നതാണ്. നല്ല ശക്തമായ കാറ്റാണ് കേട്ടോ. ഏകദേശം ഒരു 9:30-9:45 സമയമായപ്പോഴും നല്ല കാറ്റും കോടയും തണുപ്പും എല്ലാം ഉണ്ട്. നിങ്ങൾ ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സായിട്ടോ എൻജോയ് ചെയ്യാൻ പോരുന്നുണ്ടെങ്കിൽ, കുട്ടിക്കാനത്താണ് വരുന്നതെങ്കിൽ ഒന്നും പേടിക്കേണ്ട, ധൈര്യമായിട്ട് പോരെ കുട്ടിക്കാനത്തുള്ള ബോൺസ് നെസ്റ്റിലേക്ക് കേട്ടോ. അടിപൊളി റിസോർട്ടാണ്. ഈ കാണുന്നത് അവിടുത്തെ കിച്ചണും ഓഫീസൊക്കെയാണ് കേട്ടോ. നമുക്കിനി കുറച്ച് കിച്ചണിൻ്റെ അതേ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. അതിന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, കുറച്ച് പരിപാടിയുണ്ട്, പിന്നെ എവിടെയെങ്കിലുമൊക്കെ പോകണം, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് എന്നാലും കിച്ചണിലെ കാഴ്ച ഒന്ന് കാണാം. അപ്പോൾ നമ്മൾ ബോൺസ് നെസ്റ്റിൽ നിന്നും നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം കേട്ടോ. നമുക്ക് വേണ്ടി തയ്യാറാക്കിയ റിജോ ചേട്ടനാണ്. അപ്പോൾ നമുക്കുള്ളത് നല്ല അപ്പം, ചൂടപ്പം, വെജിറ്റബിൾ കറി, പിന്നെ നമ്മുടെ ഏതാണ് മുട്ടക്കറി. അടിപൊളി സംഭവം കേട്ടോ. അപ്പം റിജോ ചേട്ടൻ രാവിലെ എഴുന്നേറ്റ് നമുക്ക് വേണ്ടി ഇതെല്ലാം തയ്യാറാക്കിയത് കേട്ടോ. അപ്പോൾ റിജോ ചേട്ടനാണ് നമ്മുടെ വീഡിയോ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം മുഖം കാണിക്കാൻ തയ്യാറാകുന്നില്ല. എന്നാണല്ലോ റിജോ ചേട്ടൻ, ഒത്തിരി താങ്ക്സ് കേട്ടോ, അടിപൊളി. നമ്മൾ ഇന്നലെ പറഞ്ഞില്ലായിരുന്നു റിസോർട്ടിൻ്റെ കുറച്ചപ്പുറം മാറി നല്ല അടിപൊളി സ്ഥലമുണ്ടെന്ന്. അത് ഈ സംഭവമാണ് കേട്ടോ, റിസോർട്ടിൻ്റെ മറ്റൊരു വശമായത്. അതായത് ഇവിടെ അല്പം മുട്ടക്കുന്നുകളും, പിന്നെ രാവിലെ ആയപ്പം നല്ല കോടമഞ്ഞും, അതുപോലെ തന്നെ നല്ല കാറ്റും തണുപ്പും എല്ലാം കൂടെ ഈ സ്ഥലവും അടിപൊളി, ഒന്നും പറയാനില്ല. ഇതെല്ലാം കൂടെ ആകുമ്പം നമ്മുടെ ബോൺസ് നെസ്റ്റ് ഒരു രക്ഷയില്ലാത്ത റിസോർട്ടായിട്ട് മാറുവാണ് കേട്ടോ. അടിപൊളി.
അപ്പോൾ കുട്ടിക്കാനം ബോൺസ് നെസ്റ്റിലെ കാഴ്ചകളും സംഭവങ്ങളൊക്കെ നമ്മൾ വീഡിയോ ഒന്നിവിടെ പൂർണ്ണമാവുകയാണ്. അപ്പം ഇതുവരെ മറ്റൊരു വീഡിയോ ആയി കാണാം. അതുവരെ ബൈ ബൈ.